തുഞ്ചൻ പറമ്പിലേക്ക്. ഇപ്പോഴിതാ അപർണ മോഹൻലാൽ എത്തിയിരിക്കുകയാണ് MT യെ കണ്ട് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി. സംവിധായകൻ TK മോഹൻലാലും സംവിധായകൻ TK രാജീവ് കുമാറും എത്തുകയാണ് കൊട്ടാരം റോഡിലെ MT യുടെ വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വൈകാരികമായി തന്നെയാണ് മോഹൻലാൽ ഈ നിമിഷത്തിൽ MT യുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്നതാണ്. നമുക്കറിയാം, ഹൃദയം ഉൾപ്പെടെ മോഹൻലാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു MT യുടെ ഹൃദയം. വിമാനമിറങ്ങിയ ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിറകണ്ണുകളോടെ MTക്ക് യാത്രാമൊഴിയേകാൻ മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. MTയുടെ മകളുമായി സംസാരിക്കുകയായിരുന്നു. വലിയ ആത്മബന്ധം MTയുമായി സൂക്ഷിച്ചിരുന്നയാളാണ് മോഹൻലാൽ. രണ്ടാം ഊഴം സിനിമയാക്കുമ്പോൾ നായക കഥാപാത്രമായി മോഹൻലാൽ ഉണ്ടാകണം എന്ന് MT ഏറെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പൂർത്തിയാക്കാത്ത പോയ ഒരു സ്വപ്നമായി രണ്ടാം ഊഴം മാറുകയും ചെയ്തു. MTയുടെ വീട്ടിലെത്തി മോഹൻലാൽ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. സംവിധായകൻ TK രാജീവ് കുമാറും മോഹൻലാലിനൊപ്പം ഉണ്ട്. ഒൻപത് മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും MT അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. MTയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
വാചാലനല്ലായിരുന്നു എം ടി. മൗനം കൊണ്ട് സംസാരിക്കാനാകും എന്ന് കാണിച്ചു തന്നയാളാണ് എം ടി. വിട പറയുമ്പോൾ ആ വീട്ടിലും ആകെ മൗനം കനക്കുകയാണ്. നിറകണ്ണുകളോടെ എം ടിക്ക് യാത്രാമൊഴിയേക്കുകയാണ് നടൻ മോഹൻലാൽ. എം ടിയും മോഹൻലാലും ഒരുമിച്ച ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമായിരുന്നു സതയം. ഒരുപക്ഷെ മോഹൻലാലിൻ്റെ അഭിനയ തികവിനെ അടയാളപ്പെടുത്തിയ ഒരു സിനിമ കൂടിയാണ് സതയം എന്ന് പറയാതെ വയ്യ. എം ടി വാസുദേവൻ നായരുടെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സത്യനാഥൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരുന്നത്. മികച്ച തിരക്കഥാകൃത്തിനുള്ള 1993 ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിലൂടെ എം ടി വാസുദേവൻ നായർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമാണ് എം ടി എന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പിന്നീട് അത് പലയിടങ്ങളിലും ശ്രദ്ധേയമാവുകയും ചെയ്തിട്ടുണ്ട്. എം ടിയുടെ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ എല്ലാം തന്നെയും മോഹൻലാലിന് എന്ന നടനെ വ്യത്യസ്ത തലത്തിൽ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ്. അമൃതം ഗമയ എന്ന ചിത്രമുണ്ട്. അത് ആത്മസംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു അമൃതം ഗമയയിൽ മോഹൻലാലിൻ്റേത്. പക്ഷേ അദ്ദേഹം ഒരു നോട്ടം കൊണ്ടുപോലും ആ സിനിമയെ ഗംഭീരമാക്കി എന്നത് തന്നെയാണ്. അങ്ങനെ